പത്തനംതിട്ട ആറന്മുള ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് അപകടാവസ്ഥയിലായിട്ടും ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മതിൽക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് വിദഗ്ധർ വർഷങ്ങൾക്ക് മുമ്പേ അറിയിച്ചതാണ്. ഇക്കഴിഞ്ഞ ദിവസം വടക്കേ ഗോപുരനടയുടെ ചുറ്റുമതിലിന്റെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിലാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത്. വടക്കേ ഗോപുരനടയിൽ നിന്നും പമ്പാ നദിയിലേക്കും ഊട്ടുപുരയുടെ ഭാഗത്തുള്ളതുമായ 10 മീറ്റർ മതിലാണ് തകർന്നത്. 2018 പ്രളയത്തിലും ക്ഷേത്രത്തിന് സംരക്ഷണം നൽകിയ മതിലാണിത്. ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതിനാൽ മഴവെള്ളമിറങ്ങി ബലം നഷ്ടപ്പെട്ടതാണ് മതിലിടിയാൻ കാരണം. അപകടാവസ്ഥ കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുധീർ കെ ബി പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെ മതിൽക്കെട്ടിടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വളരെയേറെ ചർച്ചയും വളരെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയും ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയും ഒക്കെ ഭക്തജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കുമെന്ന് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് മരാമത്ത് വകുപ്പിനെയും അതിൻ്റെ അധികാരികളെയും എല്ലാം അതിൻ്റെ പ്രോപ്പർ ചാനലിൽ തന്നെ പോയി നമ്മൾ സമീപിച്ച് അവരോടിത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നടപടിയെടുക്കാമെന്നവർ വാക്കാലല്ല പേപ്പറിൽ തന്നെ ഒപ്പിട്ട് സമ്മതിക്കുകയും ചെയ്തതാണ്. ദേവസ്വം ബോർഡിന് പൈസ ഇങ്ങോട്ട് വരിക എന്നുള്ളതല്ലാതെ അങ്ങോട്ട് മുടക്കുന്ന ഒരു പരിപാടി അവർക്ക് വളരെ ചുരുക്കമാണ്. ഇതുകൊണ്ടുള്ള മഹാക്ഷേത്രങ്ങളിലും ഒരു കുറച്ച് പൈസ മുടക്കി ആ ക്ഷേത്രം ഒന്ന് നിലനിൽക്കാനുള്ള ഒരു സംവിധാനങ്ങളെങ്കിലും ചെയ്യണം. അതിനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ക്ഷേത്ര സമിതിയുടെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും എല്ലാം പറയാനുള്ള. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുക. മതിലിന്റെ മറ്റ് 3 ഭാഗങ്ങളിലും ഉപദേശക സമിതി സ്വന്തം ചെലവിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. മതിലിന്റെ ബലക്ഷയം നിരവധി തവണ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു ഇടപെടലും നടത്താത്ത ദേവസ്വം ബോർഡിന്റെ സമീപനം ക്ഷേത്രത്തോടുള്ള അവഗണനയാണെന്ന് ഭക്തരും ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.